ഈ വീഡിയോ തികച്ചും സ്ട്രേഞ്ചർ തിങ്സ് കണ്ടവർക്കും അത് ഫോളോ ചെയ്യുന്നവർക്കും വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ്. ഇത് ഒരു എക്സ്പ്ലനേഷൻ അല്ല, മറിച്ച് പ്രധാന ഭാഗങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ച് പഴയ ഓർമ്മകൾ പൊടി തട്ടിയെടുക്കാൻ വേണ്ടി മാത്രം സൃഷ്ടിച്ച റീകപ്പ് മാത്രം. സോ തുടർന്ന് കാണുക. എനിക്ക് വളരെയധികം പ്രിയപ്പെട്ടവരെ, നമസ്കാരം. അപ്രതീക്ഷിതമായി ലഭിച്ച ഒരു കോപ്പറേറ്റ് കാരണം ഞാനൊരു ഇടവേളയിലായിരുന്നു. പക്ഷേ ഇപ്പോൾ സമയമായി. നെറ്റ്ഫ്ലിക്സിൻ്റെ സ്വന്തം ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ആളുകളുടെ ഹൃദയം കീഴടക്കിയ നമ്മുടെ സ്വന്തം 80s നൊസ്റ്റാൾജിക് ഫാക്ടറും സൗഹൃദവും മിസ്റ്ററിയും ഹൊററും ആക്ഷനും അഡ്വഞ്ചറും കൂടാതെ ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു പിടി കഥാപാത്രങ്ങളുമുള്ള ഡഫർ ബ്രദേഴ്സിൻ്റെ സ്വന്തം സ്ട്രേഞ്ചർ തിങ്സ്. സോ വരൂ, നമുക്ക് ചില പ്രധാന സംഭവങ്ങൾ അല്ലെങ്കിൽ ഒന്ന് ഓർത്തെടുക്കാം. സ്ട്രേഞ്ചർ തിങ്സിൻ്റെ ജനന കഥ. അപ്പോൾ തുടങ്ങാം. 1983 നവംബർ 6, ഹോക്കിങ്സ്. നവംബർ 6 അമേരിക്കയിലെ ഒരു ചെറുപട്ടണം ഹോക്കിങ്സ്. അവിടെയുള്ള ഒരു വലിയ സർക്കാർ ലബോറട്ടറി, ഹോക്കിൻസ് നാഷണൽ ലാബ്. അവിടെ ശാസ്ത്രജ്ഞർ പലതരത്തിലുള്ള രഹസ്യ പരീക്ഷണങ്ങൾ നടത്താറുണ്ട്. അങ്ങനെ ഒരു രാത്രി അവരുടെ പരീക്ഷണത്തിനിടെ എന്തോ ഭീകരമായ ഒരു ശക്തി ഉണരുന്നു. അവർ തുറന്നത് മറ്റൊരു ലോകത്തേക്കുള്ള വാതിൽ. അതുതന്നെയാണ് പിന്നീട് എല്ലാവർക്കും അറിയപ്പെടുന്ന അപ്സൈഡ് ഡൗൺ എന്ന വിപത്തിന് തുറക്കം കുറിച്ചത്. അവിടെ നിന്ന് ഒരു ജീവി പുറത്തേക്ക് വരുന്നു. ഡെമോഗോർഗൺ. മനുഷ്യരിൽ നിന്ന് വേറിട്ടൊരു രൂപം. ഇരയെ കാണാതെ വേട്ടയാടുന്ന ഒരു ജീവി. ഭയമാണ് അതിന്റെ ആയുധം. ഇതേ രാത്രി ഹോക്കിങ്സിലെ ഒരു വീട്. അവിടെ 4 സുഹൃത്തുക്കൾ, മൈക്ക്, ലൂക്കാസ്, ഡസ്റ്റിൻ ആൻഡ് വിൽ ബയേഴ്സ്. മൈക്കിന്റെ ബേസ്മെന്റിൽ അവർക്ക് ഏറെ പ്രിയപ്പെട്ട ഡഞ്ചൻസ് ആൻഡ് ഡ്രാഗൺസ് എന്ന ഗെയിം അവർ കളിച്ചുകൊണ്ടിരിക്കുന്നു, അഥവാ D&D. ഇവരുടെ ഇമാജിനേഷനിൽ വേട്ടയാടുന്ന മൃഗം അതേ പേരുള്ള ഡെമോഗോർഗൺ തന്നെയാണ്. കളി തീർന്ന് ചിരിച്ച് രസിച്ച് ഉല്ലസിച്ച് എല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. വിൽ തന്റെ സൈക്കിളിൽ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ കാറ്റ് വീശുന്നു, ലൈറ്റുകൾ ഫ്ലിക്കർ ചെയ്യുന്നു. പക്ഷേ അവൻ കാണുന്നു പെട്ടെന്നൊരു നിഴൽ. അത് മറ്റാരുമല്ല, ഡെമോഗോർഗൺ. വിൽ സർവശക്തിയും എടുത്ത് വീട്ടിലേക്ക് ഓടുന്നു, വാതിലടയ്ക്കുന്നു. ശേഷം രക്ഷയ്ക്ക് വേണ്ടി തോക്കെടുത്ത് നോക്കുന്നു. അവിടെ ആരുമില്ല. അവൻ ലൈറ്റുകൾക്കരികിലേക്ക് പോകുന്നു. വെളിച്ചം മിന്നുന്നു. പിന്നീട് മൊത്തം ഇരുട്ട്. വിൽ ബയേഴ്സിനെ കാണാതാകുന്നു. മറുദിവസം ചീഫ് ജിം ഹോപ്പർ അന്വേഷണം ആരംഭിക്കുന്നു. പക്ഷേ തെളിവൊന്നുമില്ല. മകൻ ഒളിച്ചോടിയതാണെന്നുള്ള നിഗമനത്തിൽ അദ്ദേഹം എത്തുന്നു. പക്ഷേ ജോയ്സ് ഉറച്ച വിശ്വാസത്തിലാണ്, എൻ്റെ മകൻ ജീവിച്ചിരിക്കുന്നു. ഈ സമയത്താണ് വീട്ടിലെ ലൈറ്റുകൾ മിന്നുന്നതും ഫോണിലൂടെ സന്ദേശം കൈമാറാൻ ശ്രമിക്കുന്നതും ഒക്കെ ജോയ്സ് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ജോയ്സിന് മനസ്സിലാകുന്നു, തൻ്റെ മകൻ വില്ല് ഇവിടെ ഇല്ലെങ്കിലും മറ്റേതോ ഒരു സ്ഥലത്ത് നിന്ന് അവൻ ചില സന്ദേശങ്ങൾ കൈമാറാൻ ശ്രമിക്കുകയാണ്, ഇതുപോലെയുള്ള എലമെന്റ്സ് വെച്ച് എന്ന്. വില്ലിന്റെ ഉറ്റ സുഹൃത്തുക്കളായ മൈക്ക്, ഡസ്റ്റിൻ ആൻഡ് ലൂക്കാസ് അവനെ തേടി അന്വേഷണത്തിന് ഇറക്കുന്നു, അവർക്ക് കഴിയുന്ന രീതിയിൽ. അങ്ങനെ അന്വേഷണത്തിനൊടുവിൽ വനത്തിന്റെ ഇടയിലൂടെ നടക്കുമ്പോൾ അവർ കാണുന്നത് ഒരു വിചിത്രമായ പെൺകുട്ടിയെയാണ്. തല മുണ്ഡനം ചെയ്ത, മുഖത്ത് പേടിയുള്ള ഒരു കുട്ടി. അവളുടെ കയ്യിൽ ഒരു ടാറ്റു കാണുന്നു. അതിൽ 11 എന്ന സംഖ്യയായിരുന്നു. ആയതിനാൽ അവർ ചോദിച്ചതിന് ഒന്നും പറയാത്ത അവൾക്ക് അവർ തന്നെ ഒരു പേര് നൽകുന്നു, 11. അവൾക്ക് അസാധാരണ ശക്തികളുണ്ട്. വസ്തുക്കൾ അവളുടെ മനസ്സിലൂടെ നീക്കം ചെയ്യാനും ആളുകളുടെ ചിന്തയിലേക്ക് കടന്ന് ചിന്തിക്കാനുമുള്ള കഴിവ്, അഥവാ മനസ്സ് നിയന്ത്രിക്കാനുള്ള കഴിവ്. 11 ഒരു അസാധാരണമായ പെൺകുട്ടിയാവാൻ കാരണം ഹോക്കിങ്സ് നാഷണൽ ലബോറട്ടറിയിൽ നടന്ന ഒരു രഹസ്യ പരീക്ഷണത്തിന്റെ ഫലമാണ് അവൾ.
അവളെ ഗവൺമെന്റ് ഏജൻസികൾ മനഃശക്തി പരീക്ഷണങ്ങൾക്കായി ഉപയോഗിച്ചിരുന്നു. അതുവഴിയാണ് അവൾക്ക് ഈ സൂപ്പർ നാച്ചുറൽ ശക്തികൾ ലഭിച്ചത്. അവൾ മാത്രമല്ല, അവളെ പോലെ ഒരുപാട് കുട്ടികൾ ഈ ക്രൂര പരീക്ഷണത്തിന്റെ ഭാഗമായിരുന്നു. അവൾ പറഞ്ഞു, ഡെമോഗോർഗൺസ് ആർ റിയൽ, അതായത് മറ്റൊരു ലോകത്തിൽ നിന്നുമാണ് ആ ജീവികൾ ഇങ്ങോട്ടേക്ക് വന്നതെന്നും വിൽ അവിടെ കുടുങ്ങിയതാണെന്നും അവരോട് അവൾ തുറന്നു പറയുന്നു. അവൾ അതിനെ അപ്സൈഡ് ഡൗൺ എന്ന് പറയും. ഇതേ സമയം ഹോപ്പർ തൻ്റെ അന്വേഷണത്തിലൂടെ ഹോക്കിങ്സ് ലാബിലേക്ക് കയറുന്നു. മതിലുകൾക്ക് പിന്നിലായ വിചിത്രമായ ലോകം കണ്ട് അവൻ ഞെട്ടുന്നു. അവിടെ മുതലാണ് അപ്സൈഡ് ഡൗൺ യാഥാർത്ഥ്യമാണ് എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നത്. ജോയ്സും ഹോപ്പറും ഇലവണും വില്ലിനെ തിരയാൻ ഒരുമിക്കുന്നു. ഇലവൺ തന്റെ ശക്തികൾ ഉപയോഗിച്ച് അവളുടെ ഉൾമനസ്സിലേക്ക് കടക്കുന്നു. ഇരുട്ട്, വെള്ളം, നിശബ്ദത. ദൂരെ ഒരു ശബ്ദം, അമ്മേ എന്നെ രക്ഷിക്കൂ. ജോയ്സ് കരയുന്നു. വിൽ, ഞാൻ ഇവിടെയുണ്ട് എന്ന് അവൾ അലറിപ്പറയുന്നു. പക്ഷേ വിൽ അത് കേൾക്കുന്നില്ല. ഇതേ സമയം ലാബിൽ വലിയൊരു പൊട്ടിത്തെറി സംഭവിക്കുന്നു. ഡെമോഗോർഗൺ പുറത്തേക്ക് കടക്കുന്നു. ഇലവൺ പറഞ്ഞു, ഞാൻ അതിനെ നിർത്താം, എനിക്കതിനെ നിർത്താൻ സാധിക്കും. ആ ജീവികൾക്ക് നേരെ അവളൊരു യുദ്ധം പ്രഖ്യാപിക്കുന്നു. ശേഷം അവസാനം ഡെമോഗോർഗനെ ഇല്ലാതാക്കി അവളും അപ്രത്യക്ഷമാകുന്നു. ജോയും ഹോപ്പറും അപ്സൈഡ് ഡൗണിൽ വില്ലിനെ കണ്ടെത്തുന്നു. അവൻ ജീവിച്ചിരിക്കുന്നു, പക്ഷേ ക്ഷീണിതനായിരുന്നു. അവർ അവനെ പുറത്തേക്ക് കൊണ്ടുവരുന്നു. അപ്സൈഡ് ഡൗൺ എന്ന ആൾട്ടർനേറ്റീവ് വേൾഡ് അവിടെ അടയുന്നു. ആഴ്ചകൾക്ക് ശേഷം ഹോക്കിൻസ് സമാധാനമായി തീരുന്നു. മൈക്ക് എലവന്റെ അസാന്നിധ്യത്തിൽ അവനാകെ സങ്കടപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഒരു ദിവസം എല്ലാം സാധാരണയായി എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് വിൽ വാഷ്റൂമിൽ കണ്ണാടിയിൽ അവൻ പെട്ടെന്ന് അപ്സൈഡ് ഡൗൺ കാണുന്നു. പേടിച്ച് അവൻ ചുമയ്ക്കുന്നു. വായിൽ നിന്നും ഒരു ചെറിയ ജീവി പുറത്തേക്ക് വരുന്നു. അവൻ കണ്ണാടിയിലേക്ക് നോക്കുന്നു. ഭയം തിരികെ വരുന്നു. അതെ, ഇതിവിടെ അവസാനിക്കുന്നില്ല. ഇവിടെ മുതലാണ് സ്ട്രേഞ്ചർ തിങ്സ് എന്ന നമ്മൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സീരീസിന്റെ ആദ്യ സീസൺ അവസാനിക്കുന്നതും. സോ ലെറ്റ്സ് സ്റ്റാർട്ട് സ്ട്രേഞ്ചർ തിങ്സ് സീസൺ 2.